മകളെ, ജെറുസലേം പ്രയർ ലൈനിന് പ്രാർത്ഥിച്ചൊരുങ്ങിയോ? നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലേക്ക് ഒഴുക്കുമെന്ന് കർത്താവ് വചനത്തിലൂടെ പറയുന്നുണ്ട്. ദൈവം കൂടെയുള്ളവർക്ക് മാത്രമേ ഇല്ലായ്മകളിൽ ദൈവമേ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുക. വിളിപ്പുറത്ത് ദൈവം വന്നു ചേരുമെന്ന്. അതുകൊണ്ടാണ് ഇന്നത്തെ വചനം നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒത്തിരിയേറെ ആശ്വാസം നൽകുന്ന വചനമാണ്. സങ്കീർത്തനം 37:19. അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാകുകയില്ല, ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധിയുണ്ടാകും. അനർത്ഥങ്ങളിലും ക്ഷാമത്തിലും സമൃദ്ധി നൽകുന്നവനാണ് നമ്മുടെ ദൈവം. രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ശക്തി തെളിയിക്കപ്പെടുന്നത് എപ്പോഴാണ്? സഹനങ്ങളിൽ കൂടെയുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. സന്തോഷങ്ങളിൽ കൂടെ ഉണ്ടാകുകയും സന്താപത്തിൽ കൈവിടുകയും ചെയ്യുന്നവനല്ല നമ്മുടെ ദൈവം. മകളെ, അനർത്ഥങ്ങളിൽ നന്ദി പറയുവാനും കഷ്ടതകളിൽ നന്ദി പറയുവാനും തുടങ്ങുമ്പോൾ അത്ഭുത സമൃദ്ധി ഉണ്ടാകും. നന്ദി പറഞ്ഞൊരു കാര്യത്തിന് പിശാചിന് പിന്നെ ഇടപെടാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നു, അഭിനന്ദിക്കുന്ന വാക്കുകൾ പറയുന്നു. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നവന് സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ കവാടങ്ങൾ കർത്താവാണ് തുറന്നു കൊടുക്കുന്നത്. നമ്മെ അഭിനന്ദിച്ചവരെയും നമ്മെ മോശം ചിന്തിച്ചവരെയും പ്രോത്സാഹിപ്പിക്കുക. ഇല്ലായ്മകളിൽ സമൃദ്ധിയിലും അനാരോഗ്യത്തിലും ആരോഗ്യത്തിലും ബലഹീനതയിലും ബലത്തിലും നമ്മൾ അവരേക്ക് നന്മ വരാൻ ആഗ്രഹിച്ചാൽ നമ്മുടെ രോഗങ്ങളും ഇല്ലായ്മകളിലും നമ്മൾ കടന്നു പോകുമ്പോഴും പരാതി പറഞ്ഞ് കൃപകൾ നഷ്ടപ്പെടുത്താതെ പരിശുദ്ധിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സമൃദ്ധിയിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നു. പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അച്ഛൻ കാണുന്നുണ്ട് കേട്ടോ. പലവിധ രോഗപീഠകളുമായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചില കൈക്കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ പീഡകളുമായിട്ട് കൈക്കുഞ്ഞുങ്ങളെ കരങ്ങളിൽ പിടിച്ച് വചനം കേൾക്കുന്ന ചില അമ്മമാരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗർഭസ്ഥ ശിശുക്കൾക്ക് ഗർഭപാത്രത്തിൽ വെള്ളമില്ല, കുഞ്ഞുങ്ങൾക്ക് യഥാർത്ഥമായ വളർച്ചയില്ല എന്നൊക്കെ പറയുന്ന ചില ഗർഭിണിയുടെ കാര്യത്തിൽ കർത്താവ് ഇടപെടുന്നതായി കാണുന്നു. ഇന്ന് നമ്മുടെ പ്രേരണയിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഒരു നന്മ നിറഞ്ഞ പറയും നമ്മുടെ ഈ വലിയ പ്രാർത്ഥനാ ശൃംഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ ഈ പ്രാർത്ഥനയെ നമ്മൾ വളർത്തണം. നമ്മളിവിടെ അനേക മക്കളിലേക്ക് വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന കർത്താവിൻ്റെ വിതക്കാരായി ഉപകരണങ്ങളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷകളോടും ഇത് ഷെയർ ചെയ്യുന്നവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.